നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എന്റെ ഇഷ്ടം ഒന്നും നടക്കണ്ട, ദൈവത്തിന്റെ ഇഷ്ടം നടന്നാൽ മതി? പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവിന്റെ ഹിതം ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പറഞ്ഞു തരട്ടെ, യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. നമ്മുടെ ബേസിക് പ്രയറാ യേശു ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഇങ്ങനെയാ: സ്വർഗസ്നായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ചിന്തിക്കണേ, ആ സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിലാകണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ഇഷ്ടമല്ല എന്നുള്ളത്? ആ സ്വർഗത്തിലെ ഇഷ്ടം ചിന്തിച്ചിട്ടുണ്ടോ എന്തുമായിരിക്കും എന്ന്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? വചനം ഇങ്ങനെയും പറയുന്നുണ്ട്, നിന്റെ ആവശ്യങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്നെക്കാൾ മുമ്പേ അറിയുന്ന ഒരു ദൈവം. ആ അപ്പനെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് എന്താണോ വേണ്ടത് തക്ക സമയത്ത് എന്റെ ദൈവം തരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയാണ് നമ്മുടെ പ്രശ്നം. കർത്താവേ, എന്റെ ഇഷ്ടം വേണ്ട, നിന്റെ ഇഷ്ടം നടന്നാൽ മതി. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും. ആമേൻ.